ഹലോ ഫ്രണ്ട്സ്, ഇന്നെൻ്റെ കൊളീഗ്സിൻ്റെ കൂടെ ഒരു ചെറിയ ടീം ലഞ്ചിന് പോയാലോ? നമ്മളെല്ലാ മാസവും ഏകദേശം ഒരു മിഡിലൊക്കെ ആവുന്ന സമയത്ത് ഒരു ചെറിയ ടീം ലഞ്ചിന് പോകാറുണ്ട്. എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഗെറ്റ് ടുഗദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ഡിപ്പാർട്ട്മെൻറ്റ്സ്, HR, അഡ്മിൻ, അക്കൗണ്ട്സ്, അങ്ങനെ ഓപ്പറേഷൻസ്, ഞങ്ങൾ 4 ഡിപ്പാർട്ട്മെൻറ്റ്സാണ് നോർമലി പോകുന്നത്. ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സുകളൊന്നും അവരെയൊന്നും കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പെർമിഷൻ എടുത്തിട്ട് ഇങ്ങനെ പറ്റുന്നവർ ഒരുമിച്ച് ഇങ്ങനെ ടീം ലഞ്ചിന് പോകാറുണ്ട്. അപ്പോൾ ഈ മന്ത് നമ്മൾ പോകുന്നത് കോപ്പർ കിച്ചണിലേക്കാണ്. നമ്മുടെ കോഴിക്കോട് ബീച്ചിൻ്റെ ബീച്ച് വ്യൂ റെസ്റ്റോറൻ്റ് ആണ്. ജസ്റ്റ് ഓപ്പോസിറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഫ്രൈഡേ ആണ് പോകുന്നത്. വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി. കഴിഞ്ഞ ഫ്രൈഡേ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിത് ഓൾറെഡി റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് റിസർവ് ചെയ്തെങ്കിൽ നമുക്കൊരു ബീച്ച് വ്യൂ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഇൻറ്റീരിയർ. പിന്നെ ഇതേ കണ്ടോ, നല്ല ബീച്ച് വ്യൂ ആണ്. നമുക്ക് നല്ല കടൽക്കാറ്റൊന്നും കൊള്ളാൻ പറ്റില്ല, പക്ഷേ ഒരു ബീച്ച് വ്യൂ, തിരമാലയൊക്കെ കണ്ട് വേവ്സൊക്കെ കണ്ട് ബീച്ചിൻ്റെ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഭംഗിയായതൊന്നല്ല, നോർമലി ഇങ്ങനെയൊക്കെ തന്നെയാണിത്. ഇപ്പോൾ എല്ലാവരും കുറച്ച് പേരൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ താഴേക്ക് നിന്നിരുന്നു. അങ്ങനെ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫുഡൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതെ, ഇവിടെ ഒരു മിറർ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരുടെ പ്രതിബിംബങ്ങൾ അവരവർ തന്നെ ഒപ്പിയെടുക്കുന്നുണ്ട് ക്യാമറയിൽ. പിന്നെ കുറച്ച് പേര് ഇതേ അവരവരുടെ സെൽഫി എടുക്കുന്നുണ്ട്. പിന്നെ ഇവർ വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും, നമ്മൾ മെയിൻ കോഴ്സ് അല്ലാതെ വേറെ എന്തെങ്കിലും, ഇപ്പോൾ നമ്മൾ സൂപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഡിസ്കഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കബാബിൻ്റെ പ്ലേറ്റർ മാത്രമാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ളത് എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ പലർക്കും പല സജഷൻസാണ്. അപ്പോൾ സൂപ്പ് എന്നുള്ളത് ഒരു ഏകപക്ഷീയമായ ഒപ്പീനിയൻ വന്നിട്ടുണ്ട്. അങ്ങനെ സൂപ്പ് പെട്ടെന്ന് കൊടുന്നു. അങ്ങനെ സൂപ്പ് ഞങ്ങൾ 1/2 ആക്കിയിട്ടാണ് കഴിച്ചത്. കാരണം കഴിക്കണമല്ലോ ബാക്കിയൊക്കെ, അതുകൊണ്ട് അങ്ങനെ സൂപ്പ് കഴിച്ച് കഴിഞ്ഞ വഴിക്ക് തന്നെ നമ്മുടെ പ്ലേറ്റർ വന്നിട്ടുണ്ട്. പ്ലേറ്റർ നമ്മൾ കബാബിൻ്റെ പ്ലേറ്ററാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഭംഗി മാത്രമല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഫുഡ് നമ്മൾ കഴിച്ച് നോക്കിയപ്പോൾ കഴിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നമുക്ക് റൈസ് വന്നിട്ടുണ്ടായിരുന്നു. ആ റൈസ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. മന്തി റൈസും കൂടി നമ്മളിത് കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കഴിച്ച് നോക്കിയപ്പോൾ തന്നെ നമുക്കത് 3 പ്ലേറ്റാണ് ഓരോ ടീമിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 3 പ്ലേറ്റിലും ഡിഫറെൻ്റ് ഐറ്റമാണ്. അപ്പോൾ എല്ലാതും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ റൈസ് വന്നിട്ടുണ്ട്. റൈസ് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റി ഫുഡ് ശരിക്കും കഴിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ കബാബിൽ ചിലതൊക്കെ ഭയങ്കര ടേസ്റ്റി ഐറ്റമായിരുന്നു. അപ്പോൾ ഞങ്ങളതൊക്കെ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലിടയ്ക്ക് കുറച്ച് വർത്തമാനങ്ങളും അറിയാലോ, ഒഫീഷ്യൽ തിങ്സാണ് കൂടുതൽ. നമുക്ക് അങ്ങനൊരു ഫ്രീ ടൈമും കാര്യങ്ങളൊന്നും കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചധികം സമയമൊക്കെ എടുത്തിട്ട് തന്നെയാണ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും